എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യതൊരു ഹിന്ദി മൂവിയാണ് ബാഗി 4. സഞ്ജയത്തിനെ നായകനാക്കി എ ഹർഷ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാഗി 4. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 31 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ്. അക്ഷയ് ശ്രീ സംവിധാനം ചെയ്ത ഈ മൂവി ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. C5 ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ ചിത്രമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 16 ഇത് OTT റിലീസ് ചെയ്യും. ഒരു തെലുങ്ക് മൂവിയാണ് കിഷ്കിന്ദാപുരി. അനുപമ പരമേശ്വരൻ, വെല്ലംകൊണ്ട ശ്രീനിവാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൗശിക് പഗല്ലപതി സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് കിഷ്കിന്ദാപുരി. C5 ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസാണ് കുരുക്ഷേത്ര. ഇതൊരു ആനിമേറ്റഡ് സീരീസാണ്. മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ മൂവി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 10 നെറ്റ്ഫ്ലിക്സിലൂടെ ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് ട്രൂ ഹോണ്ടിങ്. ഇതൊരു ഹൊറർ സീരീസാണ്. ഒക്ടോബർ 7 ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി മിറാഷ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മിറാഷ്. സോണി ലീവിലൂടെ ഒക്ടോബർ 23 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്ക് ഇത് OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി, തുളസി ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ആഭ്യന്തര കുറ്റവാളി. C5 ഒക്ടോബർ 17 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി ചെക്ക്മേറ്റ്. അനൂപ് മേനോനെ കേന്ദ്ര കഥാപാത്രമായി രതീഷ് ശേഖർ രചനയും സംവിധാനം നിർവഹിച്ചൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ചെക്ക്മേറ്റ്. C5 ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 2 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി മേനെ പ്യാർ കിയ. ഹൃദു ഹാരൂൺ, പ്രീതി മുകുന്ദൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫൈസൽ ഫസലുദ്ദീൻ സംവിധാനം ചെയ്തൊരു കോമഡി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മേനെ പ്യാർ കിയ. ആമസോൺ പ്രൈമിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫറർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്തൊരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നെറ്റ്ഫ്ലിക്സിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒക്ടോബർ മാസം 23 ഇത് OTT റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് മെഹ്ഫിൽ. മുകേഷ്, ഉണ്ണി മുകുന്ദൻ, ആശാ ശരത്, മനോജ് KJN എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയരാജ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ ഡ്രാമ മൂവിയാണ് മെഹ്ഫിൽ. ഈ മൂവി മനോരമ മാക്സിലൂടെ OTT ലഭ്യമാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ആളങ്കം. ലുക്മാൻ, ജാഫർ ഇടുക്കി, ശരണ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാനി ഖാദർ സംവിധാനം ചെയ്ത ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് ആളങ്കം. മനോരമ മാക്സ് വഴി ഉടൻ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്ത മലയാളം മൂവി ഒരു പ്രണയപർവം. സൂരജ് സൺ, ശബരീഷ് വർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജേഷ് ചെമ്പിലോട് രചനയും സംവിധാനം നിർവഹിച്ച ഒരു കോമഡി ചിത്രമാണ് ഒരു വടക്കൻ പ്രണയപർവം. മനോരമ മാക്സിലൂടെ ഒക്ടോബർ 3 ഇത് OTT റിലീസ് ചെയ്യും. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് വെർവോൾഫ്സ്. സ്റ്റീവൻ C. മില്ലർ സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ ആക്ഷൻ ഹൊറർ ചിത്രമാണ് വെർവോൾഫ്സ്. ഒക്ടോബർ 3 ഹുലു പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. ഇത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ടോക്സിക് അവഞ്ചർ. ഇതൊരു ആക്ഷൻ കോമഡി ഹൊറർ മൂവിയാണ്. ആമസോൺ പ്രൈം വീഡിയോ വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുക. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഫ്രാങ്കൻസ്റ്റീൻ. ഇതൊരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഫിലിമാണ്. നെറ്റ്ഫ്ലിക്സ് വഴി നവംബർ 7 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് മൂവിയാണ് അന്നപൂരണി. നയൻതാര, സത്യരാജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിലേഷ് കൃഷ്ണ ആദ്യമായി സംവിധാനം ചെയ്ത മൂവിയാണ് അന്നപൂരണി. ഈ മൂവി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു സീരീസാണ് ദ നൈന മർഡർ കേസ്. ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒക്ടോബർ 10 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് പരം സുന്ദരി. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പരം സുന്ദരി. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ 24 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി ദേ കോൾ ഹിം ഓജി. സുജീത് രചനയും സംവിധാനം നിർവഹിച്ച ഈ മൂവി ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒക്ടോബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് വാർ 2. ഋതിക് റോഷൻ, NTR ജൂനിയർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൻ മുഖർജി സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വാർ 2. നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 9 ഇത് OTT റിലീസ് ചെയ്യും. അടുത്ത മൂവി മിറായി. തേജ സജ്ജയെ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് കട്ടന്നേനി സംവിധാനം ചെയ്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി ത്രില്ലർ മൂവിയാണ് മിറായി. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്.
ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 31 ഇത് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തമിഴ് വെബ് സീരീസാണ് വേദുവൻ. കണ്ണരവിയെ കേന്ദ്ര കഥാപാത്രമാക്കി പവൻകുമാർ രചനയും സംവിധാനം ചെയ്തൊരു ത്രില്ലർ വെബ് സീരീസാണ് വേദുവൻ. C5 ഒക്ടോബർ 10 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു കന്നഡ മൂവിയാണ് ഏലുമലൈ. റാണയെ കേന്ദ്ര കഥാപാത്രമാക്കി പുനീത് രംഗസ്വാമി രചനയും സംവിധാനവും നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമാണ് ഏലുമലൈ. C5 ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒക്ടോബർ 17 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് സീരീസാണ് ദ ഗെയിം യു നെവർ പ്ലേ എലോൺ. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസാണ്. ഒക്ടോബർ 2 നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു സീരീസാണ് മോൺസ്റ്റർ ദി എഡ് ഗെയിൻ സ്റ്റോറി. ഇതൊരു ക്രൈം ത്രില്ലർ സീരീസാണ്. ഒക്ടോബർ 3 നെറ്റ്ഫ്ലിക്സിലൂടെ ഇത് OTTയിൽ റിലീസ് ചെയ്യും.